വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതികരിക്കാത്ത സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി സുരേന്ദ്രൻ. കോൺഗ്രസിന് രൂക്ഷ വിമർശനം. ഞങ്ങൾ 60,000 കള്ള വോട്ട് ചേർത്തപ്പോൾ നിങ്ങൾ എന്തു കണ്ടിരിക്കുകയായിരുന്നു? തൂങ്ങി ചത്തുകൂടെയെന്നും സുരേന്ദ്രൻ. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പിന്തുണച്ച പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. സുരേഷ് ഗോപി തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിരുന്നു താനെന്നും എന്താണ് നടന്നതെന്ന് തനിക്കറിയാമെന്നും സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയായിരുന്നുവെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പാർട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നും തനിക്കറിയാം. ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായ മറുപടി തനിക്കുണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തേക്കിൻകാട് വന്ന സമയത്ത് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് BJP നിശ്ചയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും ഡ്രൈവറും സഹപ്രവർത്തകരും തൃശൂരിൽ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്. സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തല കുത്തി മറിഞ്ഞാലും ജയിക്കില്ലെന്നായിരുന്നു അന്ന് LDF-ഉം UDF-ഉം പറഞ്ഞിരുന്നത്. 70,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത് അദ്ദേഹം 60,000 വോട്ട് കള്ള വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി രാജിവെക്കണമെന്നും തൃശൂരിൽ ഉപതിരഞ്ഞെടുപ്പ് വേണമെന്നുമാണ്. കേരളത്തിൽ ഒരു MLA പോലുമില്ലാത്ത പാർട്ടി 60,000 വോട്ട് ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു എന്നാണ് LDF-ന്റെയും UDF-ന്റെയും നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്. നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാകുന്നതാണ് നല്ലത്. 60,000 കള്ളവോട്ട് ചേർത്തെന്ന് ആരോപിക്കുമ്പോൾ അത് CPM-നും കോൺഗ്രസിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ വർഷം 3 തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ സ്ഥിര താമസമുള്ള സ്ഥലത്ത് ഏതൊരു പൗരനും വോട്ട് ചേർക്കാവുന്നതാണ്. തൃശൂരിൽ തിരഞ്ഞെടുപ്പിന് 6 മാസത്തിന് മുൻപ് തന്നെ BJP പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ താമസമാക്കിയ ഏതാനും വിരലിലെണ്ണാവുന്ന വോട്ടുകൾ വെച്ചാണ് LDF-ഉം UDF-ഉം ആരോപണം ഉന്നയിക്കുന്നത്. ഇതുപോലെ കോൺഗ്രസിലെയും CPM-ലെയും MP-മാർക്കും MLA-മാർക്കും പല സ്ഥലങ്ങളിലും വോട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി പ്രതികരിക്കേണ്ടതില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും വിഷയത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. MP-മാരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സുരേഷ് ഗോപിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. സുരേഷ് ഗോപി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. അദ്ദേഹം 1% പോലും മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് സാധുവാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കോൺഗ്രസിന്റെ ശുഷ്കമായ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നതിനുള്ള അവസരമായി മാറിയതിനുള്ള നിരാശയിലാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും.